ആങ്ങളെ വന്ന സന്തോഷത്തിലും എല്ലാരും ഒന്നിച്ചു കൂടിയിട്ടാകുമ്പോ എവിടെയെങ്കിലും പുറത്തു പോയിട്ട് ഒന്ന് ചില്ലാക്കണ്ടേ. ആ ചില്ലാക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് നമ്മ പോകുന്നുള്ളത്. കാസർഗോഡ് ചേരൂർ നല്ല അടിപൊളി ചായന്റെ സ്പോട്ട് ഉണ്ടെന്ന് കുറെ വീഡിയോയിലെല്ലാം കണ്ടിട്ടുണ്ടായി. തോണി കടന്നിട്ട് അക്കരക്കെല്ലാം പോകുന്നത്. ബൈ ദ വേ നമ്മ തോണി കടന്നിട്ടല്ലാവേ പോയത്, നമ്മ ഡയറക്റ്റ് കാറിൽ തന്നെയാണ് അങ്ങോട്ടേക്ക് പോയത്. അക്കരല്ല ഇക്കരേന്ന് മാത്രം. സംഭവം അതൊന്നുമല്ല, അക്കരക്ക് തന്നെയാണ് നമ്മ ഫസ്റ്റ് പോയിട്ടുണ്ടായിരുന്നത്. അടുത്ത തിരക്കും പിന്നെ ഉമ്മാനെല്ലാം കൊണ്ട് തോണിയിൽ പോകുന്നത് കുറച്ച് റിസ്ക് ആയിട്ട് തോന്നിയത് കൊണ്ട് നമ്മ നേരെ ഇക്കരക്ക് വന്നെയാണ്. ഇക്കര വന്ന് നോക്കുമ്പോ എന്ത് അതിനാട്ട് തിരക്ക്. യാ റബ്ബേ, ജനങ്ങോന്നെല്ലാം പറഞ്ഞെങ്കില്ല ഒന്നൊന്നര ആൾക്കാരുണ്ടായിരുന്നു. ഒരു മംഗളത്തിന് പോലും ഇത്ര തിരക്കുണ്ടാവും വിചാരിക്കുന്നു. പക്ഷെ വ്യൂ എന്നെല്ലാം പറഞ്ഞെങ്കില്ല നല്ല അടിപൊളി വ്യൂ ആണ്. ഈ വ്യൂ എല്ലാം കണ്ടിട്ട് ചായ കുടിക്കാൻ നല്ല പാങ്ങുണ്ടാവും. പക്ഷെ നമ്മ വന്ന ദിവസം തെറ്റിപ്പോയി, ഞായറാഴ്ച ആയിപ്പോയി നമ്മ വന്നത്. അതാണ് ഇത്ര കണ്ട അക്കരന്ന് ആൾക്കാർ വന്നിട്ട് കീന കണ്ട. എന്തായാലും വന്നതല്ലേ, വന്ന സ്ഥിതിക്ക് ഒരു ചായ കുടിച്ചിട്ട് പോകാന്ന് പറഞ്ഞിട്ട് ഓർഡർ ആക്കാൻ വേണ്ടിട്ട് പിള്ളേരോട് ചൊല്ലുമ്പോ പിള്ളേർ എക്സ്പ്രഷൻ നോക്കറോ. ഓർഡർ ആക്കുന്നിടത്ത് അത്ര തിരക്കുണ്ടെന്നാണ് ഓറ പരാതി. അങ്ങനെ ചായ കുടിച്ചില്ല എന്നുള്ള രീതിയിൽ നമ്മാടുന്ന് കഴിഞ്ഞിപ്പോ ആ ഒരു തിരക്കിന്റെ ഇടയിൽ നിൽക്കാനേ കഴിഞ്ഞിട്ട് അങ്ങനെ നമ്മ സ്പോട്ട് ചേഞ്ച് ആക്കിയിട്ട് നേരെ വന്നത് നെല്ലിക്കുന്ന് ബീച്ചിലേക്ക്. ആടെ എത്തുമ്പോഴത്തേക്ക് ഏകദേശം 3 ആയിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മ വിചാരിച്ചു ചായയിൽ മാത്രമായിട്ട് ഒതുക്കണ്ട, ഡിന്നറും കൂടി കഴിക്കാം. നല്ല പത്തലും ബീഫും അതുപോലെ തന്നെ ബേക്കാച്ചും ബീഫും കുറെ ഐറ്റംസ് എല്ലാം ആടെ ഉണ്ടായിന്. നല്ല ടേസ്റ്റും ഉണ്ടായിന്. എന്തെല്ലാം കാണണം ഒരു ദിവസം കഴിഞ്ഞു കൂട്ടാനും. സത്യം സത്യം എല്ലാം കഴിഞ്ഞിട്ട് മധുരം കൂടി തിന്നുമ്പോഴുള്ള ഒരു സുഖം ഉണ്ടല്ലോ, ശുഭം. അപ്പൊ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റാ ബൈ.